നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ രാഹു, 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശനി, 4-ാം ഭാവത്തിൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ ആദിത്യൻ, 6-ാം ഭാവത്തിൽ ബുധൻ, 7-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ, അഷ്ടമത്തിൽ കേതു. മകരൻ രാശിക്കാർക്ക് വ്യാഴം ഇപ്പോൾ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. രാശിധിപനായ ശനി വളരെ ശക്തമായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. പലപ്പോഴും വിവാഹ തീരുമാനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇവിടെ 3-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ സന്യാസയോഗമാണ്. പക്ഷേ വിവാഹവതിയായ ചന്ദ്രൻ അവിടെ 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുമ്പോൾ പലപ്പോഴും വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തികളൊക്കെ തന്നെ ഈ വാരത്തിൽ വിവാഹ വിഷയത്തിൽ താല്പര്യം, അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുക, തൻ്റെ വീട്ടുകാരോട് ഓക്കെ ശരി നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുന്ന വാരമാണിത്. ഇവിടെ 7-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ വളരെ അടുത്ത് ഉണ്ടാകുവാനുള്ള സന്ദർഭം വന്നിരിക്കുന്നു. കർമ്മമേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന വാരമാണിത്. കൃപാ വസ്ത്രഭൂമിയിൽ ലഭ്യത, ക്ഷമാപാൽ 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ രാജാവ്, അധികാരികൾ തനിക്ക് വസ്ത്രവും ഭൂമിയും അധികാരങ്ങളും തരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. കാരണം ചൊവ്വ ഇവിടെ രുചക മഹായോഗം ചെയ്ത് അതിശക്തമായി സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു, 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. ആദ്യ സന്താനത്തിന് ക്ലേശങ്ങൾ ഉണ്ടാകാം. അഷ്ടമാധിപനായ സൂര്യനാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. സുതസ്ഥാനകെ പൂർവ്വജാപത്യതാപി, ആദ്യ സന്താനത്തെപ്പറ്റി വളരെ ക്ലേശങ്ങളുണ്ടാവും. അതിനാൽ ആദ്യത്തെ സന്താനമായാലും അവസാനത്തേതായാലും സന്താന വിഷയത്തിൽ അരിഷ്ടതകൾ ഉണ്ടാക്കും. അഷ്ടമാധിപനായ സൂര്യൻ എന്നതിൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. അപ്രകാരം തന്നെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക. 6-ാം ഭാവത്തിൽ ബുധനാണ്, സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാണ്. എങ്കിലും ഡോക്യുമെൻ്റ് ശ്രദ്ധിക്കണം. അനാവശ്യമായ ശത്രുക്കൾ തനിക്കുണ്ടാക്കും. അതിനാൽ വിരോധോ ജനാനാം നിരോധോ രിപൂണാം, ശത്രുക്കളുടെയും ജനങ്ങളുടെയും വിരോധം വാങ്ങിയാതെ നോക്കേണ്ടതാണ്. ബലാത്കാരേണ തനിക്ക് ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൈക്കൂലി ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ പറഞ്ഞ് കാശ് വാങ്ങുന്ന ഒരു വാരമാണിത്. അവിടെയൊന്നും പ്രയാസപ്പെടാതെ നോക്കേണ്ടതുമാണ്. ഇവിടെ നിർബന്ധമായും ശത്രുദോഷം മാറാൻ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കണം. സന്താനങ്ങൾക്ക് 11 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗഹോമവും 11 മുതൽ പ്രായമുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് മകരൻ രാശിക്കാർക്ക് തങ്ങളുടെ രാശിക്കനുസരിച്ച് ഒരു നല്ല പ്രൊട്ടക്ഷനാണ് ദൈവികമായ വിഷയത്തിൽ എന്നറിയുക. നന്ദി, നമസ്തേ.